ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജുവും ചിന്നുവും കൂടി ജയ്ക്കയുടെ വീട്ടിലേക്ക് വരികയാണ്. ചിന്നുവിനെ കാണുന്നതും സുമിത്രാമ്മ ചോദിക്കുന്നുണ്ട്, നുമോൾക്ക് ഇത് എന്തു പറ്റി, മുഖം വാടിയിരിക്കുന്നു, എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി എൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയത്? കുറെ നേരമായി അമ്മയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അമ്മയാണെങ്കിൽ വക്കീൽ ഓഫീസിൽ എത്തിയിട്ടുമില്ല. ഇങ്ങോട്ടാണ് പോയതെന്നറിയില്ല. മുത്തശ്ശിയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് വളരെ ആദ്യോടെ ചിന്നു അങ്ങനെ ചോദിക്കുകയാണ്. സുമിത്രാമ്മ അപ്പൊ പറയുന്നുണ്ട്, അർച്ചനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണോ, അതെന്തു പറ്റി? ചിലപ്പോ അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ സ്വിച്ച് ഓഫ് ആക്കിയതായിരിക്കും. ഇറങ്ങിയപ്പോഴും അത് ഓണാക്കാൻ മറന്നിട്ടുണ്ടാവും. ഞാനാണെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അതേ ഓട്ടോയിൽ തിരിച്ചു വന്നു. അർച്ചനയാണെങ്കിൽ ഞാൻ മറ്റൊരു ഓട്ടോയിൽ പോയിക്കോളാമെന്നും പറഞ്ഞു. ഇപ്പോ ഓഫീസിലേക്ക് പോവാതെ അർച്ചന എങ്ങോട്ടേക്ക് പോവാനാണ്? ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നാളെ അവരുടെ ഓഫീസിലെ ഇലക്ഷൻ ആണല്ലോ. രക്കിയോ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ അതിനുവേണ്ടി പോയിട്ടുണ്ടാവും എന്നങ്ങനെ സുമിത്രാമ്മ പറയുമ്പോ ചിന്നു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. മഞ്ജു ആണെങ്കിൽ ഓരോ കാര്യങ്ങളും കുത്തി ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇനിയിപ്പോ മിസ്സിംഗ് ആണോ എന്നാണ് എന്റെ സംശയമെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോ ചിന്നു ആകെ സങ്കടപ്പെട്ടുകൊണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് സുമിത്രാമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. സുമിത്രാമ്മ അപ്പൊ തന്നെ മോൾ സങ്കടപ്പെടാതെ ഇവിടെ വന്നിരിക്കുകയെന്ന് പറഞ്ഞ് ചിന്നുവിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ്. പിന്നീട് തന്റെ അമ്മ മിസ്സിംഗ് ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞ് സുമിത്രാമ്മ ചിന്നുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നാൽ മഞ്ജു ആണെങ്കിൽ വീണ്ടും സംശയമുണ്ടാക്കുകയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, മുത്തശ്ശി ജെയ്ക്ക് അങ്കിളിനെ ഒന്ന് വിളിക്കോ, അങ്കിളിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ സുമിത്രാമ്മ പറയുന്നുണ്ട്, ജെയ്ക്ക് ഇവിടെ ഇല്ല മോളെ, അവൻ ഇന്ന് രാവിലെ പാലക്കാട്ടേക്ക് പോയതാണ്. ട്രെയിൻ മിസ്സാവുമോ എന്ന ടെൻഷനിൽ അവൻ തിരക്ക് പിടിച്ചിറങ്ങിയ സമയത്ത് ഫോൺ എടുത്തതുമില്ല. അവൾ എന്തായാലും വിഷമിക്കണ്ട, നമുക്ക് അമ്മയെ കോണ്ടാക്ട് ചെയ്യാമെന്ന് സുമിത്രാമ്മ അങ്ങനെ പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ജെയ്ക്ക് പാലക്കാട്ടേക്ക് പോയിരിക്കുകയാണല്ലേ, ഇതിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ടെന്ന് മഞ്ജുവിന് മനസ്സിലാവുകയാണ്. അർച്ചനയും ജെയ്ക്കും തമ്മിലുള്ള ഒളിച്ചോട്ടമാണോ എന്ന് മഞ്ജു അങ്ങനെ സംശയിക്കുകയാണ്. എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, ചിന്നു നീ ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അമ്മയെ തെരഞ്ഞു കണ്ടുപിടിക്കാൻ പറ്റില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ചിന്നുവിനെ വിളിച്ച് അങ്ങനെ പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആ കൊട്ടേഷൻ സംഘത്തിലെ 2 പെൺകുട്ടികൾ വരുന്നത്. അവരങ്ങനെ വന്ന് അർച്ചനയ്ക്ക് ഫുഡ് കൊടുക്കുകയാണ്. അർച്ചന എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് ആരുടെയോ കൊട്ടേഷൻ ആണെന്നല്ലേ പറഞ്ഞത്? പണത്തിന് വേണ്ടിയായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്. പണമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നാൾ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണം ഞാൻ തരാം. ഇനി നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങളെ ഇവിടെ നിന്ന് റിലീസ് ആക്കുന്ന കാര്യം ഇപ്പൊ ചിന്തിക്കേ വേണ്ട, ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുക എന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് ഈ ചെയ്യുന്നത് വിജയശങ്കറോ ചന്ദ്രലേഖയോ ആണെങ്കിൽ നാളെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അവരാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പോഴും നിങ്ങളോട് ഞാൻ പറയുന്നു, എന്നെ നിങ്ങളിപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലാതെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളത് ചെയ്യാതിരുന്നാൽ നിങ്ങൾ എന്തായാലും കുഴപ്പത്തിലാവുമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ അതിലൊരു പെൺകുട്ടി പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കല്ലേ, ഒക്കെ ഞങ്ങൾ കുറെ കണ്ടതാണ്. ഇവിടെ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്താൽ നിങ്ങളാണ് കുഴപ്പത്തിലാവാൻ പോകുന്നത്, നിങ്ങളുടെ കുടുംബം പ്രതിസന്ധിയിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികൾ അങ്ങനെ വാതിലടച്ചു പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അർച്ചന ഇതുവരെ ഓഫീസിലേക്ക് വരാത്തതുകൊണ്ട് തന്നെ ദീപ്തി വേഗം തന്നെ അച്ചുവിനെ ഫോണിൽ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ചു ഒരു പ്രശ്നമുണ്ട്, അർച്ചന നിന്നെങ്ങാനും വിളിച്ചിരുന്നോ? ഞാൻ രാവിലെ തൊട്ട് അർച്ചനയെ വിളിക്കുകയാണ്, വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല. നാളെ ഇലക്ഷൻ ഉള്ളതല്ലേ, ഇലക്ഷൻ വർക്കിന് അവള് നേരത്തെ വരാമെന്ന് പറഞ്ഞതാണ്, എന്നിട്ടും വന്നിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് കോണ്ടാക്ട് ചെയ്തു, അവിടെയും അവൾ എത്തിയിട്ടില്ല. എനിക്കെന്തോ ചെറിയ സംശയമുണ്ട്, അർച്ചന മിസ്സിംഗ് ആണ്, അവളെ ഇപ്പോ ആർക്കും തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നീ എത്രയും വേഗം തന്നെ അർച്ചനയെ അന്വേഷിക്കണമെന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോ അച്ചു ആകെ പേടിച്ചു വരച്ച് ഫോൺ കട്ട് ചെയ്ത് വേഗം തന്നെ അർച്ചനയെ വിളിക്കുന്നുണ്ട്. എന്നാൽ അർച്ചനയെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പിന്നീട് ജെയ്ക്കയുടെ വീട്ടിൽ പോയി ജെയ്ക്ക് അവിടെ ഇല്ലെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മഞ്ജു വള്ളിപുള്ളി തെറ്റാതെ വന്ന് രുക്കുവിനോടും രമ്യയോടും പറയാണ്. അർച്ചന ജെയ്ക്കയുടെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ് മഞ്ജുവും രുക്കും വിശ്വസിക്കുന്നത്. എന്നാൽ രമ്യ പറയുന്നുണ്ട്, വിഷമില്ലാതെ ചേച്ചിയെ കുറിച്ച് അനാവശ്യമൊന്നും പറയരുത്, ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ രുക്കുവും മഞ്ജുവും രമ്യയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ രമ്യയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാതെ അവരെ എതിർത്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് ചിന്നു വരുന്നത്. രുക്കുവും മഞ്ജുവും പറയുന്ന കാര്യങ്ങളെല്ലാം ചിന്നു അങ്ങനെ കേൾക്കുന്നുണ്ട്. എല്ലാം കേട്ടതിനു ശേഷം ചിന്നു വന്ന് രുക്കുവിനോട് ദേഷ്യപ്പെടുകയാണ്. രുക്കു ആന്റി, എന്റെ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്, എന്റെ അമ്മയെ എനിക്ക് നല്ലോണം അറിയാം, എന്റെ അമ്മയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ രുക്കു ആന്റി വിവരം അറിയും, എന്റെ
അമ്മയെ എനിക്കറിയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അമ്മയെക്കുറിച്ച് ഒരു വിവരവും കിട്ടില്ലെന്ന് വിചാരിച്ച് അമ്മയെക്കുറിച്ച് അനാവശ്യം പറയരുത്. ഞാനത് കേട്ട് നിൽക്കില്ല. രുക്കു ആന്റി പറഞ്ഞതിന്റെ മീനിങ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് രുക്കു ആന്റിന്റെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി, എൻ്റെ അടുത്ത് ചെലവാകില്ല എന്നങ്ങനെ ചിന്നു പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, നീ നിന്റെ അമ്മയെക്കുറിച്ച് അത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ ദിവസം കരിമലക്കൊടിയിൽ പോയിട്ടല്ലേ നിന്റെ അമ്മ വന്നത്? അവിടെ എന്താണ് ഉണ്ടായതെന്ന് നിന്റെ അമ്മ ഇപ്പോഴും ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല. എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ അതെല്ലാം വിശ്വസിച്ചിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നത് എന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, എന്റെ അമ്മ കരിമലക്കൊടിയിൽ പോയത് എന്തിനാണെന്നും അവിടെ എന്താണ് ഉണ്ടായതെന്നും എന്നോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം നിങ്ങളാരും പുതിയ കഥകൾ ഉണ്ടാക്കണ്ട, അതാരും വിശ്വസിക്കുകയുമില്ല പറഞ്ഞ് അവരോടെല്ലാം ചിന്നു ദേഷ്യപ്പെട്ടുകൊണ്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. രമ്യയും അവരോട് പറയുന്നുണ്ട്, ചേച്ചി വരുന്നത് വരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞ് രമ്യ അകത്തേക്ക് പോവുകയാണ്. അഞ്ജു അപ്പൊ രുക്കുവിനോട് പറയുന്നുണ്ട്, രുക്കു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിലുണ്ടായ സംശയം അത് മാറാൻ പോകുന്നില്ല. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അർച്ചനേച്ചി ജേക്കയുടെ കൂടെ പോയത് തന്നെയാണ് എന്നങ്ങനെ മഞ്ജു പറയുമ്പോൾ രമ്യ പറയുന്നുണ്ട്, ശരിയാണ് ചേച്ചി, അർച്ചനേച്ചി ജേക്കയുടെ കൂടെ പോയതാണ് ഒരു വൺ ഡേ ട്രിപ്പ്. ഇതെന്തായാലും വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്യണം, ഇവിടെയുള്ള എല്ലാവരെയും നാറ്റിക്കണമെന്ന് രുക്കു അങ്ങനെ പറയാണ്. പിന്നീട് വിജയശങ്കർ അങ്ങനെ വീടിന് പുറത്തങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര വളരെ സന്തോഷത്തോടെ വരുന്നത്. എന്നിട്ട് വിജയശങ്കറിനോട് പറയുന്നുണ്ട്, വിജയേട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ അറിഞ്ഞില്ലേ, രാവിലെ മുതൽ അർച്ചനയെ കാണാനില്ല. അവള് ജേക്കയുടെ കൂടെയാണ് പോയത്. ജേക്കയും രാവിലെ മുതൽ കാണാനില്ല. എന്തായാലും അപ്പൊ ഉറപ്പിക്കാം, രണ്ടുപേരും കൂടി ഒളിച്ചോടി പോയതാണ്. ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് ജേക്കയുടെ അമ്മയാണ്. ജേക്കെ ഫോൺ കൊണ്ടുപോയിട്ടില്ല. അർച്ചനയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. എല്ലാം ഇപ്പോ രുക്കു എന്നെ വിളിച്ചു പറഞ്ഞതാണ് അമ്പാട്ടിൽ നിന്നും. അർച്ചന ജേക്കയുടെ കൂടെ ഒളിച്ചോടി പോയി, അതാണ് വാസ്തവം. ഓ ജേക്കയുടെ ഭാര്യ പറഞ്ഞതെല്ലാം സത്യമായിട്ട് വന്നല്ലോ എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോ വിജയശങ്കർ ആണെങ്കിൽ താനാണ് അർച്ചനയെ തട്ടിക്കൊണ്ടുപോയെന്ന കാര്യം ഒളിപ്പിച്ചു വെച്ച് ചന്ദ്ര പറയുന്നതിനെല്ലാം ശരിയെന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ വിജയശങ്കറിനോട് പറയുന്നുണ്ട്, വിജയേട്ടന് ഗുണമുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം. അർച്ചനയും ജേക്കയും ഒളിച്ചോടി പോയി എന്ന കാര്യം പത്രവാർത്തയായി കൊടുക്കണം. എങ്കിൽ നാളത്തെ ഇലക്ഷനിൽ എന്തായാലും വിജയേട്ടൻ ജയിക്കും. മാത്രമല്ല എന്നെ മുക്കുവണ്ട കേസിൽ പത്രവാർത്ത കൊടുത്ത് അവർ നാണം കെടുത്തിയതല്ലേ, അതിനൊരു തിരിച്ചടിയുമാവും. ഇത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ആര്യ അങ്ങോട്ടേക്ക് വരികയാണ്. ആര്യ എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. അർച്ചനാന്റിയെ കുറിച്ച് അമ്മ പറഞ്ഞതെല്ലാം തെറ്റാണ്. അർച്ചനാന്റി അങ്ങനെ ഒരു സ്ത്രീയല്ല. അർച്ചനാന്റി നല്ലൊരു സ്ത്രീയാണ് അമ്മേ. ഇതിയെ പറ്റി നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, പറയാൻ പാടില്ല, ദൈവദോഷം കിട്ടും എന്നങ്ങനെ ആര്യ പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, അർച്ചന എന്നു മുതലാടി നിനക്ക് നല്ല സ്ത്രീ ആയത്? നിന്റെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവസരം കാത്ത് നടക്കുന്നവളാണ് അർച്ചന. അർച്ചനയെ പറ്റി വെള്ള പൂശാതെ അകത്തേക്ക് കയറിപ്പോടിയെന്ന് ചന്ദ്ര അങ്ങനെ ആര്യയോട് ദേഷ്യപ്പെടുകയാണ്. ആര്യപ്പ പറയുന്നുണ്ട്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണെന്ന് പറഞ്ഞ് ആര്യ അകത്തേക്ക് കയറി പോവുകയാണ്. ചന്ദ്രൻ എന്നിട്ട് വിജയശങ്കറിനോട് പറയുന്നുണ്ട്, ഈ ഇലക്ഷന് നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും വിജയം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ചന്ദ്രയും അകത്തേക്ക് പോവുകയാണ്. വിജയശങ്കർ ആണെങ്കിൽ അപ്പൊ തന്നെ ഫോൺ എടുത്ത് ജഗദീഷ് വക്കീലിനെ വിളിക്കുന്നുണ്ട്. ഞാൻ ഓഫീസിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, ആ സാറേ ഞാനുണ്ട്, ഇതുവരെ പോയിട്ടില്ല എന്ന് പറയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, നമ്മുടെ വിജയം ഏകപക്ഷീയമാക്കാൻ എനിക്കൊരു തുറപ്പുചൂട്ട് കിട്ടിയിട്ടുണ്ട്. രാവിലെ മുതൽ ജെകെ കാണാനില്ല. നമ്മുടെ വിഷയം ഇപ്പോൾ അർച്ചനയാണ്. പ്രശസ്ത സാഹിത്യകാരൻ ജെകെയുടെ കൂടെ അർച്ചന ഒളിച്ചോടിപ്പോയി. ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇത് നമ്മൾ വേണ്ട വിധം കൈകാര്യം ചെയ്യണം. ആളെ വോട്ട് ചെയ്യാനെത്തുന്ന എല്ലാവർക്കും ഇതൊരു അമ്പരപ്പിക്കുന്ന വാർത്തയായിരിക്കണം. എല്ലാവരുടെയും ഇടയിൽ ഇതൊരു ചർച്ചയാവട്ടെ. അർച്ചനയ്ക്ക് വീഴാനിരിക്കുന്ന വോട്ടുകളെല്ലാം തിരിച്ച് നമുക്ക് തന്നെ കിട്ടും. ഈ അവസരം മുതലെടുത്ത് രണ്ടിനെയും പരമാവധി നാറ്റിക്കണം. അർച്ചനയുടെ ഈ മിസ്സിംഗ് കുറച്ച് റിയലിസ്റ്റിക് ആവട്ടെ എന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ജഗദീഷ് വക്കീലിന് ഒരുപാട് സന്തോഷാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നാളത്തെ വൈറൽ വാർത്തയായിരിക്കും സാറേ ഇത്. ഇങ്ങനൊരു വാർത്ത വരേണ്ടത് എന്റെ കൂടി ആവശ്യമാണെന്ന് ജഗദീഷ് വക്കീൽ അങ്ങനെ പറയാണ്. അങ്ങനെ വിജയശങ്കർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അച്ചുവും പോലീസുകാരും കൂടി അർച്ചനയെ തിരഞ്ഞുകൊണ്ട് നേരെ അമ്പലത്തിലേക്ക് വരികയാണ്. അവിടെയെല്ലാം അർച്ചനയെ കുറിച്ച് അന്വേഷിക്കണമെന്ന് അച്ചു തന്റെ കീഴുദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. അടുത്തുള്ള CCTVകളെല്ലാം പരിശോധിക്കണമെന്നും പറയാണ്. ഓട്ടോ ഡ്രൈവർമാരോടെല്ലാം അച്ചു അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചനയെ കുറിച്ച്. അപ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോക്കാരൻ വരുന്നത്. അർച്ചന വക്കീലിനെ തനിക്ക് അറിയാമെന്നും അവരെ ഞാനാണ് അമ്പലത്തിലേക്ക് കൊണ്ടുവന്നതെന്നും തിരിച്ച് JK സാറിന്റെ അമ്മയെ മാത്രം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടു. അർച്ചന വക്കീലിനെ പിന്നീട് ഞാൻ കണ്ടത്
അർഹതയില്ല എന്ന് ഓട്ടോ ഡ്രൈവർ അങ്ങനെ പറയാണ്. അച്ചു പറയുന്നുണ്ട്, അർച്ചന വക്കീലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അറിയുകയാണെങ്കിൽ അത് എന്നോട് പറയണമെന്ന് പറയാണ്. അപ്പോഴേക്കും അച്ചുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അർച്ചനയുടെ ഫോൺ ട്രാക്ക് ചെയ്യാനായി അച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ആ കോള് വരുന്നത്. അവരെന്നിട്ട് പറയുന്നുണ്ട്, അർച്ചന മേഡത്തിന്റെ ഫോൺ ട്രാക്ക് ചെയ്തിട്ടുണ്ട് സാർ. മേഡത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വെച്ചാണ് എന്ന വിവരം അച്ചുവിന് കിട്ടുന്നതും അച്ചു വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലീസ് വണ്ടിയിൽ കയറി പോലീസുകാരനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവണം, അവിടെയുള്ള CCTVകളെല്ലാം പരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അച്ചുവും കൂട്ടരും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.